വെൽക്കം ടു മൈ ചാനൽ ഗ്ലോ ബൈ ഫ്ലോ. ഇന്ന് നമുക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ടോണർ കം ഒരു മോയ്സ്ചറൈസർ നമുക്ക് ഉണ്ടാക്കാം. എല്ലാ മോയ്സ്ചറൈസറിലും കോമൺ ആയിട്ട് കാണുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഗ്ലിസറിൻ ശരിയായ അളവിലല്ല എടുക്കുന്നതെങ്കിൽ അതിന് വിപരീതമായിട്ടുള്ള ഫലങ്ങളുമുണ്ട്. അപ്പോൾ ഗ്ലിസറിൻ ഞാൻ വാങ്ങിച്ചത് മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ്. പ്രത്യേകിച്ച് ഒരു നെയിമൊന്നുമില്ല, സാധാരണ നോർമൽ ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് മെഡിക്കൽ സ്റ്റോറിൽ ചെന്നാലും നമുക്ക് കിട്ടും. ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ലിക്വിഡാണ്, പ്രത്യേകിച്ച് മണമോ നിറമോ ഒന്നുമില്ല. അത് കണക്ക് തന്നെ ഒരു കമ്പനിയുടെയും അല്ലാത്ത ഒരു റോസ് വാട്ടർ, നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ റോസ് വാട്ടറോ ഗ്ലിസറിനോ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ വേണ്ടതൊരു സ്പ്രേ ബോട്ടിലും കുഞ്ഞുങ്ങൾക്കൊക്കെ മരുന്ന് കൊടുക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു മൂടിയില്ലേ, അത് 10 ml ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു ഗ്ലാസ് കണ്ടെയ്നറും വുഡൻ്റെ ഒരു സ്പൂണുമാണ്. ആ 10 ml ആ ഒരു അടപ്പിലേക്ക് നമുക്ക് 10 പ്രാവശ്യമായിട്ട് റോസ് വാട്ടർ അളന്നെടുക്കാം. 10 പ്രാവശ്യം റോസ് വാട്ടർ അളന്നെടുക്കുമ്പോൾ അത് 100 ml. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ കണ്ടെയ്നറിൽ തന്നെ, ആ അടപ്പിൽ തന്നെ നമുക്ക് 10 ml ഗ്ലിസറിൻ മാത്രം മതി. ഗ്ലിസറിൻ്റെ കണ്ടൻറ്റ് ഒരിക്കലും കൂടാൻ പാടില്ല. ആ കണ്ടൻറ്റ് കൂടിക്കഴിഞ്ഞാൽ ചിലപ്പം നെഗറ്റീവായിട്ടുള്ള റിസൾട്ടായിരിക്കും വരുന്നത്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇത് വൺസ് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് തന്നെ സ്റ്റോർ ചെയ്യാം. ഒരു സ്പ്രേ ബോട്ടിലാക്കി നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് തന്നെ സ്റ്റോർ ചെയ്യാം. അത് ഫ്രിഡ്ജിലോ അങ്ങനെയൊന്നും വെക്കേണ്ട, കേടായി പോകത്തുമില്ല. സ്കിന്നിൻ്റെ ഡീപ്പിൽ ഇറങ്ങി ചെന്നിട്ട് മാജിക്കലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മിശ്രിതമാണിത്. സ്കിന്നിലുള്ള ജലാംശം, അന്തരീക്ഷത്തിലുള്ള ജലാംശം വലിച്ചെടുത്തിട്ട് സ്കിൻ എപ്പോഴും മോയ്സ്ചർ ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് സ്കിന്നിൽ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്ലോയിങ് കിട്ടും. ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതിന്, ഇതിൽ നമുക്ക് ആവി പിടിക്കാം, അല്ലെങ്കിൽ ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഒരു കോട്ടൺ തുണി മുക്കിയിട്ട് നമുക്ക് ഫേസിൽ ഒന്ന് ജസ്റ്റ് തുടച്ച് കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ലിക്വിഡില്ലേ അത് നമുക്ക് ഫേസിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുടച്ച് മാറ്റുമൊന്നും വേണ്ട, അത് അങ്ങനെ തന്നെ ഇരുന്ന് അബ്സോർബ് ആവണം. രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് ആവി കൊള്ളുകയോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ മുഖം വാഷ് ചെയ്തതിന് ശേഷം ചെയ്താൽ മതി. അല്ലാണ്ട് നമ്മൾ ഡെയിലാണ് ഇത് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് രാവിലെ നമ്മൾ ഏതെങ്കിലും ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് ഇത് സ്കിന്നിലോട്ട് അടിച്ചതിന് ശേഷം നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഏതെങ്കിലും സൺസ്ക്രീൻ ഇട്ടിട്ട് നമുക്ക് പോകാവുന്നതാണ്. ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചർമ്മത്തിലുണ്ടാകുന്ന നേർത്ത വരകൾ, വലിയ വരകളൊന്നുമല്ല, നേർത്ത വരകളും കറുത്ത പാടുകളൊക്കെ ഇല്ലാണ്ടാവും. പിന്നെ ഡെഡ് സ്കിന്ന് മാറ്റും, അതാണ് മെയിൻ കാരണം. പിന്നെ ചിലർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ണിൻ്റെ ചുറ്റും നീർക്കെട്ട് പോലെയൊക്കെ വരാറുണ്ട്. ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ മാറും. പിന്നെ കരിവാളിപ്പൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കും കേട്ടോ ഇത്. ഇപ്പോൾ എൻ്റെ മുഖത്തൊക്കെ ആണെങ്കിൽ നിറച്ചും പോർസാണ്. അപ്പം ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ ചർമ്മത്തിലെ പോർസിലുള്ള അഴുക്കും പിന്നെ അധികമായിട്ടുള്ള ഓയിലൊക്കെ ഇത് കൺട്രോൾ ചെയ്യും. ഏതൊരു സാധനവും പുതിയതായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് പാച്ച് ടെസ്റ്റ് എടുത്ത് നോക്കുന്നത് നല്ലതാണ്. നമ്മുടെ കൈയുടെ മുകളിലോ അല്ലെങ്കിൽ കൈയുടെ റിസ്റ്റിന് താഴത്തുള്ള ഭാഗത്തോ 2-3 പ്രാവശ്യം ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ട് 2-3 ദിവസം നോക്കുക. അതിനെന്തെങ്കിലും നിറവ്യത്യാസം എങ്ങനെ വരുവാണെങ്കിൽ നമ്മളിത് ഉപയോഗിക്കരുത്. എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. ചിലർക്ക് ഈ ചെമ്മീനൊക്കെ കഴിക്കുമ്പം അലർജി വരുന്നുണ്ടല്ലേ, അതിനൊക്കെ നമ്മുടെ സ്കിന്ന് അലർജിറ്റിക് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് പാച്ച് ടെസ്റ്റ് നടത്തുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.